തരത്തിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, കാർഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കം ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയടക്കം വരും. ഇത് പൗരാവകാശ ധ്വംസനമാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങൾ ഇടലാണ്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വളരെ പരിഹസിച്ച് പറഞ്ഞത്, ഞാൻ ആവശ്യപ്പെട്ടാൽ കാർഡുകൾ നീക്കം ചെയ്യൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ വലിയൊരു സംഭവമാണല്ലോ, നിങ്ങളെയായാലും മെറ്റയോട് പറ, ഞാനും പറയാം. അതുകൊണ്ട് ഞാൻ മെറ്റയോട് ചോദിച്ചു, നീക്കം ചെയ്യപ്പെട്ട കാർഡുകൾ വാട്സാപ്പിൽ മെറ്റ AI-യോട് ചോദിച്ചു, ഇവ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമാണ്. കൃത്യമായ ഉത്തരം. ഇതിൽ അശ്ലീലമില്ല, ഫേക്ക് ന്യൂസ് അല്ല, വയലൻസ് ഇല്ല, രാഷ്ട്രീയ വിമർശനമാണ്. അതിൽ പിണറായി വിജയൻ്റെ പറഞ്ഞതുണ്ട്, ഇന്ന ആളുകൾ പറഞ്ഞതുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമല്ല, അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനമല്ല. മെറ്റ ഇത്രയും പറയുള്ളൂ എന്നുള്ളത് കൊണ്ട് ജെമിനിയോട് ചോദിച്ചു, ഈ മെറ്റ പറയുന്നു അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇത് നീക്കം ചെയ്തത്? കൃത്യമായിട്ട് പറഞ്ഞു, പ്രാദേശിക ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാന സർക്കാർ, VD സതീശൻ്റെ സർക്കാർ, ഇത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കിയിട്ടുള്ളത്. ഇതാണ് ജനാധിപത്യ ധ്വംസനം എന്ന് പറയുന്നത്. ഇതാണ് പൗരസ്വാതന്ത്ര്യത്തിന് ഇടുന്നെന്ന് പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി പരിഹസിക്കുക, ഞാൻ ഭയങ്കര സംഭവമാണെന്തോ. ഇത് തിരുത്താൻ തയ്യാറാണ്. ഞാനിപ്പോൾ ഇന്നിടുന്ന പോസ്റ്റിൽ നീക്കം ചെയ്ത ഒരു 10 ചിത്രങ്ങളും കൂടി ഇടാൻ തീരുമാനിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ മറ്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എൻ്റെ പോസ്റ്റ് നീക്കം ചെയ്തു നോക്കാം. CM മനസ്സിലാക്കേണ്ടതേ, മോഡി പോലും ആ ജൻസിയുടെ മുന്നിൽ സോഷ്യൽ മീഡിയ തോറ്റുപോയി, പിന്നെയാ നിങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാചകടി നിർത്തി ജനാധിപത്യപരമായിട്ട് പെരുമാറാൻ പഠിക്കുക. യെസ്, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ല, ഇത് ഏത് പൗരനും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒന്നുകിൽ ഗ്രോക്കിൽ ചോദിക്കാം, വാട്സാപ്പിലാണെങ്കിൽ നേരെ തന്നെ മെറ്റയുടെ എൻക്വയറി ഉണ്ട്, അവിടെ ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മെറ്റ പറഞ്ഞില്ല, സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണെന്ന്, അപ്പോഴാണ് ജെമിനിയോട് ചോദിക്കുന്നത്. അപ്പോൾ ജെമിനി പറയുന്നു, ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ കണ്ടന്റ് ഈസ് ഇന്ത്യയിൽ സാധ്യമല്ല, കാണിക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ കോണ്ടസ്റ്റ് വാട്ടർമാർക്കിലുണ്ട്, അറിയാൻ കൃത്യമായിട്ട്. അതിൽ നിന്നുള്ള നിഗമനം ഇതാണ്, പ്രാദേശിക സർക്കാർ ആവശ്യപ്പെട്ടിട്ട് മാത്രമാണ്. VD സതീശൻ ആവശ്യപ്പെട്ട് കാണില്ല, പക്ഷെ അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യാനായിട്ട് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള, അറിയിക്കാനായിട്ട്. അത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ നിയമത്തിൽ പറയുന്നത് ഇവർക്കെതിരായി എടുക്കുന്ന നടപടികളിൽ പ്രതിസ്ഥാനത്ത് ഈ പ്ലാറ്റ്ഫോമിനെയും ചേർക്കും. അതുകൊണ്ട് പ്ലാറ്റ്ഫോമുകൾ ഇതനുസരിക്കും, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരാണെങ്കിൽ. ഇവിടെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ മോഡിയെ വിമർശിച്ചിട്ടുള്ള പോസ്റ്റും മാറ്റിയിട്ടുണ്ട്. അതാണ് അതിന് വലിയ തമാശ എന്ന് പറയുന്നത്. ചിലൊരു ലോജിക്കൽ മൈൻഡ് അപ്ലൈ ചെയ്യാതെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നുന്ന പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുന്നതിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുകയാണ്.